തികച്ചും സൗഹൃദമായിട്ടുള്ളൊരു സന്ദർശനമാണ്. പലപ്പോഴും മലപ്പുറത്ത് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ കുടപ്പനയ്ക്കൽ വസതിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സന്ദർശിക്കാറുണ്ട്. ഇപ്രാവശ്യവും തികച്ചും സൗഹൃദപരമായിട്ടുള്ളൊരു സന്ദർശനമാണ്. സ്വാഭാവികമായും സൗഹൃദ സന്ദർശനമാണെങ്കിലും സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആശയവിനിമയം നടത്താറുണ്ട്. ആ നിലയിലുള്ള ആശയവിനിമയം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ പ്രത്യേക പ്രാധാന്യമോ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അതിൽ തന്നെ നമുക്കറിയാം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് CPM മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്പീസ്മെൻ്റ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണിപ്പോൾ CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ കേരളത്തിലിപ്പോൾ അത്ര സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലും അല്ലാത്തതാണ് IS-മായി ബന്ധപ്പെട്ട വിഷയം. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ജയരാജനെ പോലെയുള്ള CPM-ൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു നേതാവ് കേരളത്തിൽ നിന്ന് IS-ൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത CPM-നുണ്ട്. അപ്പോൾ വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയും. രണ്ടാമത്തെ പ്രശ്നം, ഇത് അങ്ങനെ IS റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി അല്ലെങ്കിൽ 8.25 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ? ഇപ്പോൾ ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് CPM നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ CPM പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം CPM-നുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയ, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം RSP ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ CPM-ൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ്. തരാതരം പോലെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രമാണ് CPM എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ആ തന്ത്രം അതിൻ്റെ ഭാഗമായി തന്നെ ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കാണണമെന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത്. മറ്റു ഞങ്ങൾ മുന്നണി സംവിധാനം കൂടുതൽ കട്ടുറപ്പോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ മിഷൻ 2025 എന്ന പേരിൽ വളരെ ഫലപ്രദമായ നിലയിലുള്ള സംഘടനാപരമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ UDF-ഉം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ നെക്സ്റ്റ് അജണ്ട.
സ്വാഭാവികമായും അതിൽ നല്ല വിജയം കൊയ്തെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരവസരവും അഭിപ്രായ അനൈക്യവും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി. കേരളം ഭരിക്കുന്നത് CPM ആണ്. കഴിഞ്ഞ 8-9 വർഷമായി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളത് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള പിണറായി വിജയനാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രസ്താവനയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്ത്? ഇത് അദ്ദേഹം തന്നെ വിശദീകരണക്കുറിപ്പിറക്കി. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള സംഭവമല്ല, വളരെ മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ആ പ്രസ്താവനയുടെ പ്രസക്തി? അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടിയായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത്? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഫെയിലൂർ അല്ലേ, ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും വലിയ പരാജയമല്ലേ IS റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നു? അത് കേരളത്തിലെ ഇൻ്റലിജൻസിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾക്കും ഒന്നും ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി പരാജയമല്ലേ? അപ്പോൾ P. ജയരാജൻ അത് പ്രസ്താവന ഇപ്പോൾ ഇറക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പുതിയ രാഷ്ട്രീയ നറേറ്റീവിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പ്രസ്താവന ഇറക്കിയത്.